ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ബീട്രൂട്ട്, ഇച്ചിരി വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് അരച്ചെടുത്ത് ഇതിൻ്റെ പാലാണ് ചേർക്കുന്നത്. പിന്നെ 2 തേങ്ങയാണ് എടുത്തു വച്ചിരിക്കുന്നത്, ഇതും അരച്ച് ഇതിൻ്റെ പാലെടുത്ത് നമുക്കതിൽ ചേർക്കാം. ഒരു 2-3 റോസാപ്പൂ എടുത്തിട്ടുണ്ട്, അതും വളരെ നല്ലതാണ്. സാധാരണ മഞ്ഞളും എടുത്തിട്ടുണ്ട്, കസ്തൂരി മഞ്ഞളും എടുത്തിട്ടുണ്ട്. സാധാരണ മഞ്ഞൾ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അത് ദേഹത്ത് തേക്കുമ്പോൾ ഒരു മഞ്ഞ കളർ വരികയും നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് വളരെ കുറച്ചെടുത്തത്. പിന്നെ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, അതും സ്കിന്നിന് വളരെ നല്ലതാണ്. ശംഖുപുഷ്പമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇരട്ടി മധുരമാണ്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുകയാണ്. ഇത് കഷായം വെച്ച് വേണം ഇതിൽ ചേർക്കുവാൻ, അല്ലെങ്കിൽ ഇത് നല്ല ഉണങ്ങിയതായതുകൊണ്ട് നമുക്ക് പൊടിക്കാനൊന്നും പറ്റത്തില്ല. മഞ്ചിഷ്ട പൗഡറാണ്. എനിക്ക് തടി കിട്ടിയില്ല, തടി ഉണ്ടെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോൾ പൗഡറാണ് ചേർക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത ഓറഞ്ച് പീൽ പൗഡറാണ്. ഇതും കുറച്ച് ചേർക്കാം. ഒരു 1/2 കിലോ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയ്ക്കാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബദാമും തേങ്ങയും അരച്ചെടുത്ത അതിന്റെ പാലാണ്. ഇത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഉരുളി അടുപ്പി വെച്ചിട്ടുണ്ട്, ഉരുളി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം. കസ്തൂരി മഞ്ഞളും സാധാരണ മഞ്ഞളും അരച്ചെടുത്തതാണ്. ഇത് ചുമന്ന കളർ കിട്ടിയത്. ഒരു ശകലം ബീട്രൂട്ട് എനിക്ക് ഉരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അതും കൂടി ഇതിനകത്തിട്ട് അരച്ചെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കും. അതിലേക്ക് മഞ്ചിഷ്ട പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. തേങ്ങാപ്പാൽ ഒന്നുകൂടി തെളിഞ്ഞ്, പാലിൽ നിന്ന് വെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊങ്ങി കളയും. തേങ്ങാപ്പാലും ബദാം പാലും ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. തിളച്ച് ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. ഇത് ഇരട്ടി മധുരത്തിന്റെ തടിയും റോസാപ്പൂവും ശംഖുപുഷ്പവും ചേർത്ത് നമ്മൾ കഷായം ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ട് വേവിച്ച് ഒരു 1/2 ഗ്ലാസ് ആക്കി എടുത്തതാണ്. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല വഴണ്ട് നല്ല പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ കിടന്ന് ഇനി ഇത് ബാക്കി മൂക്കണം.
വേപ്പില മുഖത്ത് കുരുക്കളൊന്നും വരാതിരിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ 2 വേപ്പില ഇട്ടിട്ടുണ്ട്. എണ്ണ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റും കൂടി ഒന്ന് ആയാൽ മതി. നമുക്കിനി ഇത് എടുത്ത് വെക്കാം. ഈ ചീനച്ചട്ടിക്ക് നല്ല ചൂടുണ്ടായതുകൊണ്ട് ഇനി ഇരുന്നൊരു മൂക്കും കൂടിയുണ്ട്. അതനുസരിച്ച് നമ്മളിത് മാറ്റണം. ഇനി തീയിൽ നിന്ന് മാറ്റാം. കാച്ചി എണ്ണ ഞാൻ ഒരു ചെറിയ കുപ്പിയിൽ എടുത്തിട്ടുണ്ട്. രാത്രി ഒരു 3 തുള്ളി ഇത് മുഖത്ത് പുരട്ടി കിടക്കാവുന്നതാണ്. മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഈ എണ്ണ ഒരുപോലെ ഉപയോഗിക്കാം. ഇതിന് വേറെ യാതൊരു കെമിക്കലോ ഒന്നും അടങ്ങിയിട്ടില്ല. മുഖക്കുരു വന്ന കറുത്ത പാടുകൾ മാറുന്നതിനും സ്കിൻ ലൈറ്റനിങ്ങിനും അതേപോലെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ, ടാന് ഇത് മാറുന്നതിനെല്ലാം ഈ എണ്ണ ഉപയോഗിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.